ഇടുക്കി ജില്ലയിൽ 1964 ചട്ടപ്രകാരമുള്ള പട്ടയം നൽകുന്നതിലെ വിലക്ക് നീക്കി കേരള ഹൈക്കോടതി. എന്നാൽ ചട്ടത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്ന നിയന്ത്രണങ്ങളും വ്യവസ്ഥകളും കർശനമായി പാലിച്ചുകൊണ്ട് മാത്രമേ അപേക്ഷകളിൽ നടപടി സ്വീകരിക്കാവൂ എന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. 1971 ഓഗസ്റ്റ് 1 മുമ്പ് മുതൽ കൈവശമുള്ളവർക്ക് രേഖകളുടെ പരിശോധന പൂർത്തിയാക്കി പട്ടയം നൽകുന്നതിനാണ് കോടതി അനുമതി നൽകിയിട്ടുള്ളത്. നിരവധി നിയന്ത്രണങ്ങൾ കോടതി ചുമത്തിയതിനാൽ വിലക്ക് നീങ്ങിയിട്ടുണ്ടെങ്കിലും ജില്ലയിലെ പട്ടയ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാകുമെന്നാണ് കർഷക സംഘടനകളുടെ ആരോപണം. 1964 ഭൂപതിവ് ചട്ടപ്രകാരമുള്ള പട്ടയം നൽകുന്നതിലെ വിലക്ക് നീക്കിയെങ്കിലും ചട്ടത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്ന നിയന്ത്രണങ്ങളും വ്യവസ്ഥകളും കർശനമായി പാലിച്ചുകൊണ്ട് മാത്രമേ അപേക്ഷകളിൽ നടപടി സ്വീകരിക്കാവെന്ന് കേരള ഹൈക്കോടതി നിർദ്ദേശിച്ചു. 1964 ഭൂപതിവ് ചട്ടപ്രകാരമുള്ള പട്ടയ നടപടികൾ തടഞ്ഞുകൊണ്ട് 2024 ജനുവരി 10 ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. കേസ് ഉടൻ പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ സമർപ്പിച്ച ഇമ്മീഡിയറ്റ് അറ്റൻഷൻ ഹർജി പരിഗണിച്ച കോടതി തിങ്കളാഴ്ചയാണ് അന്തിമ ഉത്തരവ് പുറപ്പെടുവിച്ചത്. 53 പേജുകളുള്ള ഉത്തരവിന്റെ പകർപ്പ് ഇന്നലെയാണ് പുറത്തിറങ്ങിയത്. 1971 ഓഗസ്റ്റിന് മുൻപ് മുതൽ കൈവശമുള്ളവർക്ക് രേഖകളുടെ പരിശോധന പൂർത്തിയാക്കി പട്ടയം നൽകുന്നതിനാണ് കോടതി അനുമതി നൽകിയിട്ടുള്ളത്. എന്നാൽ 1971 മുൻപുള്ള കൈവശം തെളിയിക്കുന്ന രേഖകളെക്കുറിച്ച് ഇപ്പോഴും ആശയക്കുഴപ്പം നിലനിൽക്കുന്നതായാണ് വിലയിരുത്തൽ. മുൻപ് റവന്യൂ ഇൻസ്പെക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു 1964 ചട്ടപ്രകാരം പട്ടയം അനുവദിച്ചിരുന്നത്. എന്നാൽ ഹൈക്കോടതിയുടെ പുതിയ ഉത്തരവുപ്രകാരം 55 വർഷം മുൻപുള്ള കൈവശത്തിന്റെ രേഖകളുടെ നിജസ്ഥിതി വിശദമായി പരിശോധിച്ച ശേഷമേ പട്ടയാപേക്ഷകളിൽ നടപടി സ്വീകരിക്കാൻ കഴിയൂ. കൈവശഭൂമി കൈമാറ്റം ചെയ്ത കേസുകളിൽ പട്ടയം അനുവദിക്കുന്നതും പ്രതിസന്ധിയാകുമെന്നാണ് നിയമവിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഇത്തരത്തിലുള്ള നിരവധി നിയന്ത്രണങ്ങൾ കോടതി ചുമത്തിയതിനാൽ വിലക്ക് നീങ്ങിയിട്ടുണ്ടെങ്കിലും ജില്ലയിലെ പട്ടയ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാകുമെന്നാണ് കർഷക സംഘടനകളുടെ ആരോപണം. ഈ പട്ടയങ്ങൾ നൽകുന്നതിന് വേണ്ട മാനദണ്ഡങ്ങളോടൊപ്പം തന്നെ എന്ത് അടിസ്ഥാനത്തിൽ എന്ത് അന്വേഷണത്തിൻ്റെ പേരിൽ ആണ് പട്ടയം നൽകുന്നതെന്നുള്ളത് സർക്കാർ വ്യക്തമാക്കേണ്ടതാണ്. ഈ ആശങ്കകൾ പരിഹരിച്ചുകൊണ്ട് മാത്രമേ 1964 ഭൂമിതി ചട്ടപ്രകാരം വീണ്ടും പട്ടയം നൽകാവെന്നും 1900 ഭൂമിതി ചട്ടത്തിലെ ഈ പറയുന്ന വില്ലേജുകളുടെ നിയന്ത്രണങ്ങൾ പൂർണ്ണമായി എടുത്തു മാറ്റിക്കൊണ്ട് മാത്രമാണ് പട്ടയം നൽകാവുള്ളൂമെന്നാണ് കർഷക കോൺഗ്രസിൻ്റെ ആവശ്യം. അതേസമയം ഇന്നലെ നടന്ന പട്ടയമേളയിൽ 2000-ലധികം പട്ടയങ്ങളാണ് ഇടുക്കി ജില്ലയിൽ വിതരണം ചെയ്തത്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.